ശരണമമ്മേ കാലൻ വന്നെത്തിടും നാളിവിടെയൊരുവനും സാധ്യമല്ല തടുക്കാൻ. മാലേരാതിജഗത്തിൽ പരിചൊടു കഴിയാൻ വേണമമ്മേ കടാക്ഷം. ഈ ലോകം കീഴടക്കാൻ ഹിമഗിരിതനയേ ശംഭുവിൻ ചിത്തഗോവിൻ പാലേ ലീലേ വസിക്കൻ മനസി സുഹൃതസന്താനവല്ലി സുചില്ലി ദേവീ ശരണമമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ഏകാദശ സ്കന്ധത്തിലെ ചതുർത്ഥാധ്യായമാണ് അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബഹുവിധത്തിലുള്ള രുദ്രാക്ഷങ്ങളും അവയെ ധരിക്കുന്നതുകൊണ്ടുള്ള മാഹാത്മ്യവും എന്താണ് എന്നാണ് അവലോകനം ചെയ്തു വന്നത്. അതിൽ 11 മുഖമുള്ള രുദ്രാക്ഷം വരെയാണ് ഇന്നലെ പറഞ്ഞു നിർത്തിയത്. അടുത്തതായിട്ട് പറയുന്നത് 12 മുഖമുള്ള രുദ്രാക്ഷം. അത് 12 ആദിത്യന്മാര് സ്ഥിതി ചെയ്യുന്ന രുദ്രാക്ഷമാണ് എന്നാണ് പറയുന്നത്. 12 ആദിത്യന്മാര്, 12 ദേവന്മാര്, അടിസ്ഥാനമായിട്ട് കശ്യപനും അദിതിക്കും ജനിച്ച 12 ആദിത്യന്മാരെയാണ് 12 ആദിത്യന്മാര് എന്നൊക്കെ എന്ന് പറയുന്നത്. വിവസ്വാൻ, അര്യമ, പൂഷ, ത്വഷ്ട, സവിത, ഭഗ, അതേമാതിരി ധാത, വിധാത, വരുണ, മിത്ര, ശക്ര, ഉരുക്രമ. ഇങ്ങനെ 12 പേരാണ് 12 ആദിത്യന്മാര് എന്ന് പറയുന്നത്. ഈ 12 ആദിത്യന്മാര് സ്ഥിതി ചെയ്യുന്നതാണ് 12 മുഖമുള്ള രുദ്രാക്ഷം എന്ന് പറയുന്നു. ഗോമേധം, അശ്വമേധം മുതലായവ ചെയ്തതിന്റെ ഫലങ്ങള് കടിക്കുന്നതായിട്ടുള്ള മൃഗങ്ങളും മറ്റും അവരെ കുത്തുന്നതും കടിക്കുന്നതുമായിട്ടുള്ള മൃഗങ്ങളൊന്നും അവരെ ഉപദ്രവിക്കില്ല. ആധി, വ്യാധി അവരെ ഉപദ്രവിക്കില്ല. ആനകള്, പൂച്ചകള്, സർപ്പം, ചുണ്ടലി, മൂഷികൻ, തവള, കഴുത, കുറുക്കൻ മുതലായ ജന്തുക്കളെ കൊന്നാലുണ്ടാകുന്ന പാപങ്ങളെല്ലാം 12 മുഖ രുദ്രാക്ഷധാരണം കൊണ്ട് തൽക്ഷണം തന്നെ ഇല്ലാതെയാകും എന്നൊക്കെ അതിന്റെ മാഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞു. പിന്നീടാണ് 13 മുഖമുള്ള രുദ്രാക്ഷത്തെക്കുറിച്ച് പറയുന്നത്. ഇത് ധരിക്കുന്നവരെ സാക്ഷാൽ കാർത്തികേയന് തുല്യനായി തീരണു. സർവ അഭീഷ്ടങ്ങളും സാധിക്കും. മാതാപിതാ, സഹോദരൻ മുതലായവരെ നിഗ്രഹിക്കുക അല്ലെങ്കിൽ അരുതാത്തത് അവരോട് ചെയ്യുക മുതലായിട്ടുള്ള മഹാപാപങ്ങൾ കൂടി ഇത് ധരിച്ചവർക്ക് ഇല്ലാതെ കണ്ടാവും എന്ന് പറഞ്ഞ് പിന്നീട് അവസാനമായിട്ട് 14 മുഖമുള്ള രുദ്രാക്ഷത്തിന്റെ മഹിമകളെയാണ് പറയണത്. 14 മുഖമുള്ള രുദ്രാക്ഷം ധരിക്കുന്നവൻ സാക്ഷാൽ പരമശിവന് സമാനമായി തന്നെ തീരും. രുദ്രാക്ഷ മഹാത്മ്യത്തെ ശരിയായി വിവരിക്കുവാൻ ഇവിടെ പറയാണ് നാരായണ ഋഷി. എന്നാലല്ല, ആരാലും സാധ്യമല്ല. എങ്കിലും സുബ്രഹ്മണ്യസ്വാമി ഷൺമുഖൻ ചോദിച്ചതനുസരിച്ച് ഭഗവാൻ മഹാദേവൻ സ്വയം പറഞ്ഞുകൊടുത്തതിനെ ഞാൻ ഇവിടെ അങ്ങക്ക് കേട്ടറിഞ്ഞതിനെ പറഞ്ഞു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ രുദ്രാക്ഷത്തിന്റെ മഹാത്മ്യം വർണ്ണിച്ചു തീർക്കാൻ കഴിയുന്നതല്ല. രുദ്രാക്ഷം ധരിച്ചവനെ ദേവന്മാർ കൂടി പൂജിക്കുന്നു. അവന് അന്ത്യത്തിൽ പരമഗതിയും സിദ്ധിക്കുന്നതാണ് എന്നൊക്കെയാണ് പറയണത്. ശിരസിനുള്ളിൽ രുദ്രാക്ഷമാലയിൽ 26ഉം ഹൃദയത്തിലേക്കുള്ള മാലയിൽ 50ഉം ഭുജത്തിലുള്ളതിൽ 16ഉം കൈയുടെ മണികണ്ഠത്തിനുള്ളിൽ 12ഉം രുദ്രാക്ഷങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ജപിക്കുവാൻ ഉപയോഗിക്കുന്ന മാലയ്ക്ക് 108 54 27 രുദ്രാക്ഷങ്ങൾ ഉണ്ടായിരിക്കണം. അതിനെ തന്നെ ജപിക്കുവാനും ധരിക്കുവാനും ഉപയോഗിക്കാം. അത് നിമിത്തം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത പുണ്യം അവന് കിട്ടുന്നുണ്ട്. 108 രുദ്രാക്ഷമണികൾ ചേർത്ത രുദ്രാക്ഷമാല ധരിക്കുന്നവന്
ഓരോ ക്ഷണത്തിലും ഓരോ അശ്വമേധയാഗം ചെയ്ത ഫലം ഉണ്ടാകുന്നു എന്നാണ് പറയണത്. അങ്ങനെ ധരിച്ചവന്റെ 21 തലമുറകളിലെ പ്രതിക്കുകൾക്കും സദ്ഗതി ലഭിക്കണു എന്നൊക്കെ അവിടെ പറയണു. പൂജ്യതേ സന്തതം ദൈവൈ പ്രാപ്യതേ ജപരാഗതി രുദ്രാക്ഷയേക ശിരസാധാര്യോ ഭക്ത്യാ ദ്വിജോത്തമൈ ഷഡ്വിംശദ്ഭി ശിരോമാല പഞ്ചാശദ്ധ്യതയേതനു കാലാക്ഷേർ ബാഹുവലയേ അർക്കാക്ഷേർ മണിബന്ധനം അഷ്ടോത്തരശതേനാഭി പഞ്ചാശദ്ഭി ഷടാനന മുതലായിട്ടുള്ള ആ ശ്ലോകങ്ങളാണ് ഇതിന് പ്രമാണമായിട്ട് അവിടെ പറയുന്നത്. അങ്ങനെ 14 തരത്തിലുള്ള രുദ്രാക്ഷങ്ങളെക്കുറിച്ചും ആ രുദ്രാക്ഷങ്ങളെ ധരിച്ചാൽ ഉള്ള അതിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞതിന് ശേഷം ആ രുദ്രാക്ഷത്തിനെ ധരിച്ചുകൊണ്ട് എപ്രകാരമാണ് ജപം ചെയ്യേണ്ടത്, മാലാജപം, രുദ്രാക്ഷമാലയുടെ ജപം എപ്രകാരം ചെയ്യണം എന്നുള്ള ജപമാലാ വിധാനം അടുത്ത 5-ാമത്തെ അധ്യായത്തിൽ പറയണു. നമുക്ക് നാളെ അതിനെ തുടർന്നു കൊണ്ടുപോകാം. ശ്രീ മഹാദേവാദിഭ്യോ നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ.